നിങ്ങൾക്ക് എന്ത് ഉപയോഗിച്ചിട്ടും താരനും മുടി കൊഴിച്ചിലും കുറയുന്നില്ല എന്നാണെങ്കിൽ ആഴ്ചയിൽ 2 തവണ ഈ പാക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 25 ആണ്. അപ്പോൾ 25ാമത്തെ വീഡിയോ ഇന്നലെ വരേണ്ട വീഡിയോ ആയിരുന്നു കേട്ടോ. ഇന്നലെ പെരുന്നാളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. കാരണം നിങ്ങൾ എല്ലാവരും പെരുന്നാൾ ആഘോഷവും തിരക്കിലൊക്കെ ആയിരിക്കും എനിക്കറിയാം. അപ്പോൾ എല്ലാവരും പെരുന്നാളൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് സൗണ്ടിന് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടിരിക്കുകയാണ് കേട്ടോ. ജലദോഷം കാര്യങ്ങളൊന്നുമില്ല. പാക്ക് ഇടുന്നതിൻ്റെ തണുപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു ചെറുതായിട്ട് ശബ്ദം പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളെ ചലഞ്ചൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം പാക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് സമയമൊന്നും വെക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ച് സമയമൊക്കെ വെച്ചിട്ട് കഴുകി കളയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇനി എന്തായാലും കുറച്ച് ദിവസം അധികം നേരം പാക്ക് വെക്കുന്നില്ല, കുറച്ച് സമയം മാത്രമേ പാക്കൊക്കെ വെക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ 25ാമത്തെ ദിവസം നമ്മൾ ഇന്ന് മുടി കൊഴിച്ചിലും താരനും കുറയ്ക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് നമ്മൾ കൂടുതലായിട്ട് മുടി കൊഴിച്ചിലും താരനും കുറയ്ക്കാനുള്ള പാക്കുകളാണ് ചെയ്യുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കമന്റിൽ ഇത് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. കാരണം മുടി കൊഴിച്ചിലാണ്, താരനാണ്, ഇതാണ് എല്ലാവർക്കും ഉള്ള പ്രശ്നം. അപ്പോൾ അത് മാറ്റിയെടുക്കാനുള്ള പാക്കാണ് നമ്മൾ കൂടുതലായിട്ടും ചലഞ്ചിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ചലഞ്ച് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇന്നത്തെ ദിവസം ഇത് ചെയ്യുക. ചലഞ്ച് ഫോളോ ചെയ്യാത്തവരാണ്, നിങ്ങൾക്ക് വലിയ രീതിയിൽ താരന്റെയും മുടി കൊഴിച്ചിലിന്റെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 2 തവണ വെച്ച് ഞാൻ ഈ കാണിച്ചു തരുന്ന പാക്ക് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ചലഞ്ചിൽ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മൾ മുടി കൊഴിച്ചിലും താരനും കുറയ്ക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ ചെയ്യണം എന്നല്ല, ചലഞ്ച് ചെയ്യുന്നവർ ചെയ്യുക, അല്ലാത്തവരാണെങ്കിൽ എല്ലാം ചെയ്യണം എന്നല്ല. നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ കംഫർട്ട്, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ്, ഞാൻ കാണിച്ചു തരുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഏതാണോ കംഫർട്ട് അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മുരിങ്ങയിലയാണ് കേട്ടോ. നമുക്ക് ഒരുപാടൊന്നും ആവശ്യമില്ല. ഞാനിത് ചെറിയ 2 തണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് മതിയാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതെടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ വലിയ തണ്ട് ഒഴിവാക്കിയിട്ട് ചെറിയ തണ്ട് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്തായാലും അരച്ചെടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ വലിയ തണ്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുമ്പ് നമ്മൾ മുരിങ്ങയില ഉപയോഗിച്ചിട്ടുള്ള പാക്കുകൾ ചെയ്തിട്ടുണ്ട്. മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇല്ലാത്തവർക്ക് പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പെട്ടെന്ന് മുരിങ്ങയില ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷേ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞ ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ മുരിങ്ങയില എടുത്താൽ മതി. അപ്പോൾ ഞാൻ എന്താ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുരിങ്ങയില ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് പേരയില എടുക്കാം. മുരിങ്ങയിലേക്ക് പകരമാവില്ല എങ്കിലും ഇന്നത്തെ പാക്കിൽ മുരിങ്ങയില ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 4-5 പേരയില എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് ഉള്ളിയാണ് കേട്ടോ. മുടി കൊഴിച്ചൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളി ഒഴിവാക്കിയിട്ടുള്ള ഒരു പാക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് റിസൾട്ട് ആയതുകൊണ്ടാണ്. അപ്പോൾ ചെറിയ ഉള്ളി ഞാനിവിടെ ഒരു 5-8 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിക്ക് പകരം ഇനി നിങ്ങൾക്ക് സവാള ചേർക്കണമെങ്കിൽ സവാള എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ല റിസൾട്ട് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ സവാളയാണെങ്കിൽ വലുതാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം എടുക്കാം, ചെറുതാണെങ്കിൽ ഒരെണ്ണം മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ നെല്ലിക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെല്ലിക്ക ഞാനിവിടെ 2 എണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നെല്ലിക്ക ഏറ്റവും നല്ലതാണ്. ഇപ്പം ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നാണെങ്കിൽ കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം, നല്ലതാണ് കേട്ടോ. കാരണം നമ്മുടെ മുടിക്ക് നല്ല രീതിയിൽ കറുപ്പ് കിട്ടാനും അകാലനരയൊക്കെ വരാതിരിക്കാനൊക്കെ നെല്ലിക്ക നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഒരുപാട് അളവിലൊന്നും ആവശ്യമില്ല, 2 എണ്ണം മതി. ഇനി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ചേർത്ത് കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇതിനകത്തേക്ക് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല പുളിപ്പുള്ള കട്ട തൈരാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഒരു 3 സ്പൂൺ അളവിൽ തൈര് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരാണ് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുക. ഇനി നിങ്ങളുടെ കയ്യിൽ തൈര് ഇല്ല എന്നാണെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഡയറക്റ്റ് ആയിട്ട് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. തൈര് ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ തേങ്ങ ചേർക്കാൻ പാടുള്ളൂ. തൈര് ഉണ്ടെങ്കിൽ തൈര് തന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. 3 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് എന്തൊക്കെ ഉപയോഗിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഇത് വേഗം പോയിട്ട് അരച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ചേർത്ത തൈര് ഉപയോഗിച്ചിട്ട് മാത്രം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ തുണി ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ അരിക്കുക കേട്ടോ. കാരണം നമുക്കത് മൊത്തത്തിൽ പിഴിഞ്ഞ് അതിൻ്റെ സത്ത് നമുക്ക് മൊത്തത്തിൽ കിട്ടണം. കാരണം നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ലല്ലോ, തൈര് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് അളവിലൊന്നും നമുക്ക് പാക്ക് ഉണ്ടാവില്ല. പിന്നെ നമ്മളെ പാക്ക് ഇന്ന് ഒരുപാട് അളവിൽ വേണ്ട കേട്ടോ, നമുക്ക് സ്കാൽപ്പിൽ മാത്രം തേച്ച് കൊടുക്കാനാണ്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് പാക്ക് മതി. അപ്പോൾ നമ്മുടെ പാക്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയൊക്കെ ആദ്യം നന്നായിട്ട് ചീകി കെട്ടൊന്ന് കളഞ്ഞു വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ മുടിയിൽ തേച്ച് കൊടുക്കാം.
അപ്പോൾ ഓയിൽ നമ്മൾ നിർബന്ധമാണ് കുറച്ച് ഓയിൽ തേക്കണം. നമ്മൾ ഇന്നത്തെ പാക്കിൽ തൈരുണ്ട് എങ്കിൽ കൂടിയും കുറച്ച് ഓയിൽ തേക്കണം. കാരണം നമ്മുടെ ഇന്നത്തെ പാക്കിൽ നമ്മൾ മുരിങ്ങയില ചേർത്തിട്ടുണ്ട്. മുരിങ്ങയില അത്യാവശ്യം നന്നായിട്ട് മുടിക്ക് ഡ്രൈനസ് ഉണ്ടാക്കുന്നതാണ്. ഇനി നിങ്ങളിപ്പോൾ ഈ പാക്കിൽ തൈര് അല്ലെങ്കിൽ തേങ്ങ ചേർത്തിട്ടില്ല എന്നാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ മുടിയിൽ ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. ഇതിനു മുമ്പ് മുരിങ്ങയിലയുടെ പാക്ക് ഉപയോഗിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, നന്നായിട്ട് ഡ്രൈനസ് ഉണ്ടാക്കും. ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുള്ളത് പേരയിലയാണ്. പേരയിലേക്കാളും നന്നായിട്ട് ഡ്രൈനസ് ഉണ്ടാക്കുന്നതാണ് മുരിങ്ങയില. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഓയിലൊക്കെ തേച്ചിട്ട് മാത്രം നിങ്ങൾ ഇന്നത്തെ പാക്ക് തേച്ചാൽ മതി കേട്ടോ. കുറച്ച് ഓയിൽ, ഇപ്പോൾ തൈര് ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ തേക്കുക. എന്നിട്ട് നമ്മുടെ പാക്ക് നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. മുടിയിലല്ല, സ്കാൽപ്പിൽ. അപ്പോൾ ഞാൻ എന്താ കുറച്ച് ഓയിൽ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാക്ക് തേക്കാം. അപ്പോൾ പാക്ക് തേക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ പഞ്ഞി എടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ഞി ഉപയോഗിച്ചിട്ട് തേക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് തേക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പഞ്ഞി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ ഉപയോഗിച്ചിട്ട് തേച്ചാലും കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും സ്കാൽപ്പിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം കേട്ടോ. സ്കാൽപ്പിൽ തേച്ചാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ മുരിങ്ങയില ഞാൻ പറഞ്ഞല്ലോ, മുരിങ്ങയില നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഇതിൻ്റെ പാക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മൾ കഴിഞ്ഞ തവണ താളിപ്പൊടി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ മുരിങ്ങയില ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മുടി കൊഴിച്ചിൽ നല്ല കുറവുണ്ട് താളിപ്പൊടി ഉപയോഗിച്ചിട്ട് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ താളിപ്പൊടിയൊക്കെ തയ്യാറാക്കി വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, മുരിങ്ങയിലയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ താളിപ്പൊടിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കാൽപ്പിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ താരൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ താരനൊക്കെ എവിടെയൊക്കെയാണോ കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കണം. നെറ്റി കയറൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. നെറ്റി കയറൽ പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയലുണ്ടാണ്. കഴിഞ്ഞ ദിവസവും ഞാനൊരു കമൻറ്റ് കണ്ടു, നിങ്ങളുടെ നെറ്റിയിൽ മുടിയില്ലല്ലോ എന്നുള്ളത്. ഞാൻ എപ്പോഴും പറയലുണ്ട്, നമുക്ക് നെറ്റിയിൽ മുടി ഉണ്ടായിട്ട് പൊഴിഞ്ഞു പോയാൽ മാത്രമേ അവിടെ നമുക്ക് പുതിയ മുടികൾ വളരുള്ളൂ. പാരമ്പര്യമായിട്ട് കയറിയ നെറ്റിയാണെങ്കിൽ അവിടെ നമുക്ക് ഒരിക്കലും മുടി വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇടുമ്പോൾ എനിക്ക് എപ്പോഴും കമൻറ്റ് വരുന്നതാണ്. ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കലുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർ വിചാരിക്കും നെറ്റി കയറൽ മാറുമെന്ന് പറയും, എന്നിട്ട് നിങ്ങളുടെ നെറ്റി വല്ലാണ്ട് കയറിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും. അതവർക്ക് സ്വാഭാവികമായിട്ട് വരുന്ന സംശയമാണ്. അപ്പോൾ ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു പാക്ക് തേച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് തേക്കുക. നിങ്ങൾ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ചിട്ട് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് കെട്ടിവെക്കാം. എന്നിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആരോഗ്യം മസ്റ്റാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഉള്ളിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുപ്പുണ്ടാവും. അപ്പോൾ തണുപ്പ് പറ്റാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം വെക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകണമെങ്കിൽ അങ്ങനെ കഴുകാം. എനിക്ക് എന്തായാലും ചെറിയ പണിയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 15 മിനിറ്റ് വെക്കുന്നില്ല, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വെച്ചിട്ട് ഞാൻ കഴുകും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വെച്ചാൽ മതി. പിന്നെ നിങ്ങൾ കഴുകുന്ന സമയത്ത് ഇന്നത്തെ ദിവസം താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയാൽ മതി. താളിയല്ല ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ളിയുടെ സ്മെല്ലൊക്കെ പോകും. പക്ഷെ നമുക്ക് ഈ പാക്കിൻ്റെതായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. ഒരു ദിവസം അത് അങ്ങനെ തന്നെ നമ്മുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ നിന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. ഉള്ളിയുടെ സ്മെല്ലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാക്കും എന്ന് എനിക്കറിയാം. ഒരു ദിവസം സഹിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അന്നത്തെ ദിവസം പുറത്തേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. വീട്ടിലിരിക്കുന്ന ദിവസം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ വലിയ രീതിയിൽ ഉള്ളിയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു ചെറിയൊരു സ്മെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെറുതെ വെള്ളത്തിൽ കഴുകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നന്നായിട്ട് വെറുതെ വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മുടെ പാക്ക് മൊത്തം മുടിയിൽ നിന്ന് പോകുന്ന ഒരു സമയം വരെ നിങ്ങൾ നന്നായിട്ട് കഴുകി എടുത്താൽ മതി. അപ്പോൾ ആദ്യം നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. സ്കാൽപ്പ് ഫ്രണ്ടിലും ബാക്കിലൊക്കെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതാ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. മുടിയിൽ അങ്ങനെ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ സ്കാൽപ്പിൽ എന്തായാലും നന്നായിട്ട് തന്നെ തേച്ച് കൊടുത്താൽ മതി. പിന്നെ എത്ര സമയം വെക്കണം, എങ്ങനെ കഴുകണം എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. ഒരു കാര്യം ശ്രദ്ധിക്കുക, താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകിയാൽ മതി. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ 25ാമത്തെ ദിവസം നമ്മൾ ഈ ഒരു ഹെയർ പാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ സിമ്പിളായിട്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ 26ാമത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം. മുടി കഴുകാത്തവർക്ക് കഴിയേണ്ട ആവശ്യമില്ല. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.